മാംഗല്യം. രചനാവതരണം മിത്രവിന്ദ. മാനസി ഡോർ പുറത്തുനിന്ന് പൂട്ടിയിട്ടാണ് പോയതെന്നറിയാമെങ്കിൽ പോലും ജാനി ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് ഒരു ഭ്രാന്തിയെപ്പോലെ ആ ഡോറ് വലിച്ചു തുറക്കാൻ ശ്രമിച്ചു. പക്ഷെ നിരാശയായിരുന്നു അവൾക്ക് ബലം. ഈശ്വര, ഇങ്ങനൊരു വിധി എനിക്ക് സമ്മാനിക്കാൻ ഞാൻ എന്ത് പാപമാണ് നിന്നോട് ചെയ്തത്? അവൾ മനമുരുകി ദൈവത്തോട് ചോദിച്ചു. മുത്തശ്ശി മരിച്ച വിഷമത്തിൽ രാവിലെ മുതൽ ഒരു വക കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വെള്ളം പോലും കുടിക്കാത്തതിനാൽ അവൾക്ക് തല കറങ്ങുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. എങ്ങനെയോ ഒരുവിധം അവൾ ബെഡിലേക്കിരുന്നു. പതിയെ ബെഡിലേക്ക് ചാഞ്ഞു. കണ്ണുകൾ പതിയെ അടഞ്ഞു. ഏറെ നേരത്തിന് ശേഷമായിരുന്നു അവൾ പിന്നീട് ഉറക്കം ഉണരുമ്പോൾ ഒരു പ്ലേറ്റിൽ എന്തൊക്കെയോ ഭക്ഷണം മേശപ്പുറത്ത് അടച്ചു വെച്ചിരിക്കുന്നത് അവൾ കണ്ടു. അപ്പോഴേക്കും അവൾക്ക് മനസ്സിലായിരുന്നു ഇതിനോടകം തന്നെ അവിടേക്ക് ആരോ വന്ന് പോയിട്ടുണ്ടെന്ന്. ജാനിയുടെ മിഴികൾ ഭ്രാന്തെടുത്തതുപോലെ ഫോൺ തിരിഞ്ഞു. ഭാഗ്യത്തിനവൾ കിടന്ന തലേണയുടെ ഭാഗത്ത് ഫോണുണ്ടായിരുന്നു. ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് അതിൽ മിഥുവിൻ്റെ ഒരുപാടധികം മിസ് കോളുകൾ, ഏകദേശം 25-ലധികം മിസ് കോളുകൾ ജാനി കാണുന്നത്. ഇവിടെ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇതൊന്നും ഒരിക്കൽ പോലും മിഥുവിനെ വിളിച്ചറിയിക്കാൻ തനിക്ക് തോന്നിയില്ലല്ലോ എന്ന് ജാനിക്ക് സ്വയം ഓർത്തു. കാരണം അത്രമേൽ തകർന്നു പോയിരുന്ന അവളും ആ നിമിഷം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫോണെടുത്ത് മിഥുവിനെ കോൾ ചെയ്തു. ജാനി സമയം വൈകുന്നേരത്തോടെ അടുത്തതിനാൽ തന്നെ വീട്ടിലേക്ക് വന്നിറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ മിഥു. ജാനിയുടെ കോൾ കണ്ടതും ആശ്വാസമാണ് മിഥുവിന് തോന്നിയത്. ചെവിയോരം ചേർത്ത് പിടിച്ച ഫോണുമായി മിഥു വേഗം റൂമിലേക്ക് നടന്നു. ഹലോ മിഥു. കലങ്ങിപ്പോയ ജാനിയുടെ ശബ്ദം. വല്ലാത്ത വിഷമം തോന്നി മിഥുവിന്. നീ ഇങ്ങനെ കരയരുത് ജാനി. ചിലപ്പോൾ നമ്മുടെ അച്ചമ്മയ്ക്ക് അത്ര ആയുസ് ഈശ്വരൻ വിധിച്ചിട്ടുള്ളായിരിക്കും. അച്ചമ്മ മരിച്ച കാര്യം മാനസി നാടകം കളിച്ചതാണെന്ന് പറയാനുള്ള സാവകാശം പോലും ജാനിക്ക് കിട്ടിയിരുന്നില്ല ആ സമയത്ത്. മിഥു, നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല സത്യങ്ങൾ. ഞാനിവിടെ വന്നപ്പോഴാണ് എല്ലാം അറിയുന്നത്. ഞാൻ ചതിക്കപ്പെടുകയായിരുന്നു, ജാനി പറഞ്ഞു. പെട്ടെന്ന് കാര്യം മനസ്സിലാകാത്ത പോലെ മിഥു ആലോചനയോടെ നിന്നു. നീ എന്തൊക്കെയാ ജാനി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറ. എന്നെ ഇവിടെ വരുത്താൻ വേണ്ടി അമ്മയും അച്ഛനും ആ ഹോം നഴ്സും ചേർന്ന് കളിച്ച നാടകമായിരുന്നു അച്ഛമ്മ മരണപ്പെട്ടു എന്നത്. തലയ്ക്ക് കൈകൊടുത്ത് ബെഡിലേക്ക് ഇരുന്നു പോയി മിഥു. ഈശ്വര, അപ്പോൾ അച്ഛമ്മയ്ക്കൊന്നും സംഭവിച്ചില്ലല്ലോ, ഭാഗ്യം, മിഥു ആശ്വാസം പോലെ പറഞ്ഞു. എന്നാലും ജാനി, നിന്റെ അമ്മയും അച്ഛനും ഒക്കെ എത്ര ദുഷ്ടത മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാ. സ്വന്തം അമ്മ മരിച്ചെന്ന് പറഞ്ഞ് മകളെ വീട്ടിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു. എനിക്ക് പുച്ഛം തോന്നുന്നു അവരോടൊക്കെ. എന്തൊക്കെ പറഞ്ഞിട്ടും മിഥുവിൻ്റെ അമർഷം മാറുന്നുണ്ടായിരുന്നില്ല. നീ ഇപ്പം എവിടെ ജാനി? ഞാൻ എൻ്റെ റൂമിലുണ്ട്. റൂം പുറത്തുനിന്ന് പൂട്ടിയിട്ട് അമ്മ പോയി. ജാനി അപ്പോൾ ബസ്സിലിറങ്ങിയപ്പോൾ മുതലുള്ള കാര്യങ്ങൾ ഒന്നൊന്നായി മിഥുവിനോട് പറഞ്ഞു തുടങ്ങി. ഞാൻ വീട്ടിലേക്ക് നടക്കുമായിരുന്നു മിഥു. അപ്പോൾ സാധാരണ മരണ വീടൊക്കെ ആണെങ്കിൽ ആളും തിരക്കുമൊക്കെ കാണേണ്ടതല്ലേ. അങ്ങനെയൊന്നും കാണാതായതോടെ എൻ്റെ മനസ്സൊരു അപായ സൂചന തന്നു. പിന്നീട് ഒന്നും നോക്കിയില്ല. കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് ജാനി മിഥുവിനെ പറഞ്ഞു കേൾപ്പിച്ചു. എന്നിട്ട് ആൻറ്റി നിന്നെ എന്തേലും പറഞ്ഞോ? നിന്നെ തല്ലിയോ? മിഥുവിൻ്റെ വാക്കുകളിൽ ആശങ്ക നിറഞ്ഞു. അമ്മ എന്നെ ഒന്നും ചെയ്തില്ല. അതാണെൻ്റെ പേടി. ഇവരുടെയൊക്കെ മൗനത്തിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത്. എനിക്കറിയില്ല മിഥു, മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ആ ഹോം നേഴ്സ് അവരെ നിന്നെ വിളിച്ച് കള്ളം പറഞ്ഞതായിരുന്നല്ലേ? അവരമ്മയുടെ ആളായിരുന്നു തോന്നുന്നു. അവരാണ് ഈ നുണക്കഥകളെല്ലാം എന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ട്. എന്തൊരു വിധിയാണ് എൻ്റെ ഈശ്വര, മിഥു സ്വയം പറഞ്ഞു. ഇപ്പം ആൻറ്റി എന്താ പറയുന്നേ? നീ കോളേജിൽ പോകുന്നതിനെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? എക്സാംസ് അല്ലേ വരാൻ പോകുന്നത്? അമ്മ പറയുന്നത് വരുന്ന 2 ആഴ്ചക്കുള്ളിൽ ഞാനും വൈഫവും തമ്മിലുള്ള വിവാഹം ഉണ്ടാകുമെന്നാണ്. ഇനി വിവാഹം കഴിഞ്ഞ ശേഷമേ ഞാൻ പുറലോകം കാണുകയുള്ളൂ എന്ന്. രാത്രിയിൽ ബാൽക്കണി വഴി താഴേക്കിറങ്ങാൻ പറ്റുമെന്ന് നീ ഒന്ന് നോക്ക്. എങ്ങനെങ്കിലും ആ വീട്ടിൽ നിന്ന് പുറത്ത് ചാട്. എനിക്ക് തോന്നുന്നില്ല മിഥു ഇനി അതിന് കഴിയുമെന്ന്. കാരണം ഒരു പ്രാവശ്യം അങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട്. എന്തായാലും അമ്മയുടെ ആളുകൾ വീടിന് കാവലുണ്ടാകും. അവരുടെ കണ്ണുവെട്ടിച്ച് പുറത്ത് ചാടുകയെന്ന് പറയുന്നത് അസാധ്യമാണ്. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പിടിക്കപ്പെട്ടാൽ ചിലപ്പോൾ അമ്മ ഈ രീതിയിലായിരിക്കില്ല
എന്നോട് പെരുമാറാൻ പോകുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, വൈഫുവിനെ വിളിച്ചിട്ട് വിവാഹത്തിന് നിനക്ക് സമ്മതമല്ല, നിന്നെ എല്ലാവരും കൂടി നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുന്നതാണെന്ന് പറയേ. ചിലപ്പോൾ അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാലോ. കൊള്ളാം, അയാളെപ്പോലൊരു വൃത്തികെട്ടവനെ ഞാനെൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അന്ന് മോതിരൂടുന്ന സമയത്ത് കയ്യിൽ പിടിച്ച പിടുത്തം, അത് ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. അയാൾ മാത്രമല്ല, അയാളുടെ പെങ്ങളുടെ ഭർത്താവ്, അവൻ്റെ വഷളെ നോട്ടം, എനിക്ക് അറപ്പ് തോന്നിപ്പോയി. ഇങ്ങനെയുള്ളൊരു കുടുംബത്തിലേക്ക് ഞാൻ എങ്ങനെ ചെന്ന് കയറും? അതിലും ഭേദം മരണമാണ്. ജാനി! മറു തലയ്ക്കിൽ നിന്നും മിതു അലറും പോലെ വിളിച്ചു. ജാനി, നിന്റെ ആ ബോൾഡ്നെസ് ഒക്കെ എവിടെ പോയി? കുറച്ചുകൂടി ബോൾഡായിട്ട് തന്നെ ഇരിക്കുക. പഴയ ജാനിയാവ്. ഇപ്പൊ കുറച്ച് ഞാൻ ശ്രദ്ധിക്കുന്നു, നീ ഒരുപാട് മാറിയതുപോലെ. നിന്നെ ഞാൻ ആദ്യം കാണുമ്പോഴുള്ളതുപോലെ അല്ല നീ ഇപ്പോൾ. ഒരുപാട് മാറിപ്പോയി. പണ്ട് ആൻറ്റിയോടും അങ്കിളിനോടും തർക്കിച്ചു നിന്ന ജാനിയില്ലേ, ആരുടെയും ഭീഷണികൾ ചെവിക്കൊള്ളാത്ത ജാനി, ആ ജാനിയായിട്ട് വാ. ഒന്ന് മൂളി ജാനി. മിതു തുടർന്നു. എന്തെങ്കിലും ഒരു വഴിയുണ്ടാകും. ഇനി ഒന്നും നടന്നില്ലെങ്കിൽ വിവാഹത്തിൻ്റെ അന്ന് അവർ നിന്നെ പുറത്തിറക്കുമല്ലോ. അന്ന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുമ്പിൽ വെച്ച് തുറന്നു പറയണം, എനിക്ക് സമ്മതമല്ല, എൻ്റെ വീട്ടുകാർ ഭീഷണിപ്പെടുത്തി കല്യാണത്തിന് സമ്മതിപ്പിച്ചതാണെന്ന്. എന്തായാലും വീട്ടുകാർ ഇതൊന്നും ചെവിക്കൊള്ളാതെ നിന്നെ വിവാഹം കഴിപ്പിക്കാൻ നോക്കിയാലും ആ സമയം അത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് നാട്ടുകാരുണ്ടല്ലോ, അവർ കയറി ഇടപെടും. എന്തായാലും നീ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയല്ലേ. നിനക്കിഷ്ടമില്ലാത്ത ഒരാളെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിച്ചാൽ ആരും നോക്കി നിൽക്കില്ല. മിതുവിൻ്റെ വാക്കുകൾ ജാനിക്ക് നൽകിയ ആത്മവിശ്വാസം അത്ര ചെറുതല്ലായിരുന്നു. മനസ്സിനെ ധൈര്യപ്പെടുത്തി സമാധാനമായിട്ടിരുന്നു ജാനി. മിതു, പിന്നൊരു കാര്യം, ഹോസ്പിറ്റലിൽ പോകാൻ നിന്നെക്കൊണ്ട് പറ്റുമോ? അബിയുടെ കാര്യങ്ങൾ എങ്ങനെയാ? ഞാൻ കുറച്ച് പണം കൂടി നിന്റെ അക്കൗണ്ടിലേക്ക് ഇടാം. നീ അത് എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും കൈ കൊടുത്ത് ആശുപത്രിയിൽ എത്തിക്കണം. അവരെ ഈ സമയം സഹായിക്കാൻ നമ്മളല്ലാതെ മറ്റാരുമില്ല. പണം കൊടുത്താൽ അവർ വാങ്ങാൻ കൂട്ടാക്കില്ല. എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് കൊടുക്കാൻ പറയണം. എന്തായാലും അബിയുടെ അച്ഛന് ഇനി കുറച്ചു നാളത്തേക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അമ്മ, ഒരുപാട് വയ്യായികളുണ്ട് അവർക്ക്. എൻ്റെ കൈ പണം ഉണ്ട് ജാനി, നീ അയക്കണ്ട, മിതു പറഞ്ഞു. എന്നോട് കള്ളം പറയാൻ നിൽക്കുന്നത്. മിതു, നിന്റെ കയ്യിൽ കൂടിപ്പോയ എത്ര കാണുമെന്ന് എനിക്കറിയാം. പോക്കറ്റ് മണിയായി ഏട്ടൻ തരുന്നതിൽ നിന്ന് നീ എന്തു മിച്ചം പിടിക്കാനാ? തൽക്കാലം ഞാൻ തരാം. അതല്ലല്ലോ ഇവിടെ പ്രശ്നം. കാര്യങ്ങൾ നടക്കണ്ടേ? പിന്നെ നിനക്ക് നിർബന്ധമാണെങ്കിൽ എൻ്റെ ഭർത്താവ് കളക്ടറായി കഴിയുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങ് വാങ്ങി തന്നാൽ മതി. ജാനി അത് പറഞ്ഞപ്പോൾ മിതുവിന് ചിരിയും വന്നു. അവളുടെ കണ്ണുകൾ ചെറുതായി നിറയുകയും ചെയ്തു. തൻ്റെ അവസ്ഥ എത്ര ആത്മാർത്ഥമായിട്ടാണ് തൻ്റെ ഉറ്റ സുഹൃത്ത് മനസ്സിലാക്കിയത്. ആ സമയം സന്തോഷത്തോടെ ഒപ്പം തന്നെ ഒത്തിരി അഭിമാനം കൂടി മിതുവിന് തോന്നിപ്പോയി. മിതുവുമായിട്ടുള്ള ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് ജാനി മേശയുടെ മുകളിൽ വെച്ചിരുന്ന ഭക്ഷണത്തിൻ്റെ മൂടി തുറന്നത്. ചോറും കറികളും സാലഡും ഫ്രൂട്ട്സും നട്ട്സും എന്നുവേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. അമ്മയ്ക്കറിയാം താൻ പട്ടിണി കിടന്നാൽ വിവാഹത്തിന് വരുന്ന ആളുകൾ അതേപ്പറ്റി ചോദിക്കുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വിഭവസമൃദ്ധമായ ഭക്ഷണം ഈ ടേബിളിൽ ഇരിക്കുന്നത്. പക്ഷെ എത്ര വിശപ്പുണ്ടായിട്ടും അതൊന്നും രുചിച്ചു നോക്കാൻ പോലും ജാനിക്ക് തോന്നിയില്ല. തൽക്കാലം മുന്നോട്ടുള്ള സാഹചര്യങ്ങളിൽ ഏറെ ധൈര്യത്തോടെ നേരിടണമെന്ന് ജാനി മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. എന്തായാലും ഇവിടുന്നൊരു ദിവസം പുറത്തിറങ്ങേണ്ടി വരും. കോളേജിൽ ഓൾറെഡി ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞതാണ്. പിന്നെ റിവിഷനുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആഗ്രഹം പോലെ പഠിച്ചു പരീക്ഷ എഴുതണം. പിന്നെ മനസ്സിൽ താൻ യാഥാർത്ഥ്യമാക്കാൻ കൊതിക്കുന്ന ഒരു കുഞ്ഞു സ്വപ്നമുണ്ട്. അതെന്തു വന്നാലും നടത്തിയെടുക്കണം. ഇനിയൊരു ജാനി ഉണ്ടാകാൻ പാടില്ല എന്ന ദൃഢനിശ്ചയത്തോടെ അവളത് മനസ്സിലോർത്തു. അതേസമയം മാണിക്യമംഗലവും കല്യാണത്തിരക്കുകളിലേക്ക് കാലെടുത്ത് വെക്കാൻ തുടങ്ങുകയാണ്. നാളെയാണ് ജഗന്റെ പെണ്ണുകാണൽ. മാണിക്യമംഗലത്തു നിന്നും ബന്ധുക്കൾ എല്ലാവരും ചേർന്ന് നയോമിയുടെ വീട്ടിലേക്ക് പോകും. നയോമിക്ക് കൊടുക്കാനായിട്ടുള്ള ഗിഫ്റ്റ് ഹാമ്പറുകളെല്ലാം കല്യാണ വർക്കുകൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഇവന്റ് മാനേജ്മെന്റ് കമ്പനി തന്നെയാണ് നൽകി.
വൈകുന്നേരം ആയപ്പോഴേക്കും അവരതെല്ലാം വീട്ടിലേക്ക് കൊണ്ടുവന്നു. ചെക്കൻ്റെ പെങ്ങളായിട്ട് അത്ര താല്പര്യമില്ലാത്ത മനസ്സുമായിട്ടാണ് മിതു നിൽക്കുന്നത്. അവളുടെ മനസ്സ് മുഴുവൻ ജാനിയാണ്. ജാനിയും ജാനിയുടെ സങ്കടങ്ങളും. അതിനിടയിൽ സത്യം പറഞ്ഞാൽ സ്വന്തം ഏട്ടൻ്റെ ജീവിതത്തിലെ ഏറെ മനോഹരമായ ദിവസങ്ങൾ പോലും അവൾ സ്വയം മറന്നു. മിതു, നാളെ നീ കോളേജിൽ പോവണ്ട, പാർവതി പറഞ്ഞപ്പോൾ മിതു നെറ്റിച്ചൊളിച്ച് പാർവതിയെ നോക്കി. അതെന്താ അമ്മേ? എനിക്ക് കോളേജിൽ പോയാലേ പറ്റൂ, നാളെ റിവിഷനുണ്ട്. പറയുന്നത് അനുസരിക്ക്. നാളെ നമ്മൾ നയോമി മോളുടെ വീട്ടിലേക്ക് പോവല്ലേ? നീയല്ലേ ചെക്കൻ്റെ പെങ്ങൾ. ഈ സാധനങ്ങളൊക്കെ നയോമി ഏൽപ്പിക്കേണ്ടത് നീയല്ലേ? ഞാനൊരു ഡയമണ്ടിൻ്റെ വള വാങ്ങി വെച്ചിട്ടുണ്ട് നയോമിക്ക് ഇട്ടുകൊടുക്കാൻ. നീ ഒന്ന് വന്നേ, അതെങ്ങനെയുണ്ടെന്ന് നോക്ക്. പെട്ടെന്ന് പാർവതി അത് പറഞ്ഞപ്പോൾ അവരെ മിതു ഒന്ന് നോക്കി. ഇതൊക്കെ ആർഭാടമല്ലേ അമ്മേ? അതിനെന്താ, എനിക്കൊരു മകനെ ഉള്ളൂ, പിന്നുള്ളതൊരു മകളാണ്. ഇനി നിന്റെ വിവാഹം നടക്കാൻ എത്രയോ നാളുകൾ കാത്തിരിക്കണം. അതുകൊണ്ട് അവൻ്റെ വിവാഹം ആർഭാടമായി തന്നെ നടത്തണം. അതെൻ്റെ ഒരു വാശിയാണ്. ആ, എന്തെങ്കിലും ആവട്ടെ. അതും പിറുപിറുത്തുകൊണ്ട് പാർവതിക്ക് പിന്നാലെ അവരുടെ റൂമിലേക്ക് നടന്നു മിതു. അവരുടെ കബോർഡിൽ നിന്നും ഒരു ഡയമണ്ട് ബാങ്കിൾ അവർ പുറത്തേക്കെടുത്തു. സിമ്പിളാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട്. പാർവതി വള മിതുവിൻ്റെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു. മിതു അത് നോക്കി. അവൾക്കത് നല്ലോണം ഇഷ്ടമായി. ആ, നയോമിക്കിത് ചേരും. നയോമിക്ക് മാത്രമല്ല, ഇതെൻ്റെ കയ്യിൽ കിടന്നാലും നല്ല ഭംഗിയുണ്ടാകും. അതും പറഞ്ഞുകൊണ്ട് മിതു ആ വള അവളുടെ സ്വന്തം കയ്യിലേക്കിട്ടു. പക്ഷെ പാർവതി നിർബന്ധിച്ച് അത് തിരികെ വാങ്ങി. നിനക്ക് വേണമെങ്കിൽ അത് ഞാൻ വേറെ വാങ്ങിത്തരാം, ഇത് നയോമിക്കുള്ളതാണ്. എൻ്റെ അമ്മേ, നയോമിക്കുള്ളതൊക്കെ നയോമിക്ക് തന്നെ കൊടുക്ക്. എനിക്കതൊന്നും വേണ്ട. എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഏട്ടനോട് വാങ്ങിത്തരാൻ അല്പം ഗർവോടെ മിതു പറഞ്ഞു. അല്ല, നീ എന്താ വിളിച്ചേ? നയോമിന്നോ? പണ്ടും ഞാനവളെ നയോമി എന്നല്ലേ വിളിച്ചുകൊണ്ടിരുന്നത്. ഇടി, മുൻപത്തെ പോലെയാണോ ഇപ്പോൾ? ഇപ്പോഴെന്താ, നയോമിക്ക് കൊമ്പ് മുളച്ചോ? നോക്കുമിതു, പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് മര്യാദയ്ക്ക് സംസാരിക്കണോ. ഇപ്പോൾ നയോമി നിന്റെ ഏട്ടൻ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ്. അവളെ ഇങ്ങനെ ബഹുമാനമില്ലാതെ പേര് വിളിക്കുന്നത് മര്യാദയല്ല. ഒന്നെങ്കിൽ അവളെ ഏട്ടത്തി അമ്മയെന്നോ ചേച്ചിയെന്നോ എന്തു വേണമെങ്കിലും നിനക്ക് വിളിക്കാം. പക്ഷേ ഇനി ഒരിക്കലും നിന്റെ നാവിൽ നിന്നും നയോമിന്നും. താക്കീതുപോലെ പാർവതി അത് പറയുമ്പോൾ അവരുടെ മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു മിതു. കുറച്ചേറെ സമയം കഴിഞ്ഞപ്പോഴേക്കും ജഗൻ വന്നു. പതിവിലെ നേരത്തെ തൻ്റെ മകൻ വന്നത് കണ്ട് പാർവതി മനസ്സിൽ കരുതി അവൻ പൂർണ്ണമായും ഈ വിവാഹത്തിനായി പാകപ്പെട്ട് കഴിഞ്ഞുവെന്ന്. അവർ ചിന്തിച്ചത് നയോമിയുടെ വീട്ടിലേക്ക് പോകാനുള്ള ഉത്സാഹത്തിൻ്റെ പുറത്ത് അവൻ ജോലികളെല്ലാം നേരത്തെ തീർത്തു വന്നെന്നാണ്. പക്ഷെ ജഗന്റെ മാനസികാവസ്ഥ മറ്റൊന്നായിരുന്നു. വിവാഹം നടക്കാനുള്ള ദിവസങ്ങൾ അടുക്കും തോറും അവൻ്റെ ഉള്ളിലും ടെൻഷൻ കൂടിക്കൂടി വന്നു. അമ്മയോടുള്ള വാശിപ്പുറത്ത് നയോമിയുമായുള്ള വിവാഹത്തിന് സമ്മതം മൂളിയെങ്കിൽ പോലും ഇപ്പോഴും അവളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ മനസ്സ് പാകപ്പെട്ടിട്ടില്ല. എന്താണെന്നറിയില്ല, ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ ഒരു പെൺകുട്ടിയുടെ കരച്ചിലാണ് ചെവിയിൽ വന്നു പതിക്കുന്നത്. അത്ര ഉച്ചത്തിലല്ലാത്ത ഒരു കരച്ചിൽ. മുൻപൊക്കെ തൻ്റെ ഉറക്കം കെടുത്തിയിരുന്നു, ഇപ്പോൾ തൻ്റെ സമാധാനവും